ശാന്തി 24/5/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 28/2/2010 മധുബൻ. ദേഹബോധത്തിൻ്റെ ഞാൻ ഞാൻ എന്നതിൻ്റെ ഹോളി കത്തിച്ച് പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറങ്ങളുടെ ഹോളി ആഘോഷിക്കൂ. ഇന്ന് ഹോളിയസ്റ്റായ ബാബ തൻ്റെ ഹോളിയായ കുട്ടികളുമായി ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. 4 ഭാഗത്തുമുള്ള ദൂരെ ദൂരെ നിന്നുള്ള കുട്ടികൾ സ്നേഹത്തിൽ ഹൃദയത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ മസ്തകത്തിൽ ഭാഗ്യത്തിൻ്റെ നക്ഷത്രം തിളങ്ങുന്നത് കാണുകയാണ്. ഇത്രയും വലിയ ഭാഗ്യം മുഴുവൻ കൽപ്പത്തിലും മറ്റാർക്കും ഉണ്ടാകുന്നില്ല. ഈ സംഗമയുഗത്തിൻ്റെ പ്രാപ്തിയുടെ ആധാരത്തിൽ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ഇത്രയും ശ്രേഷ്ഠവും പവിത്രവും ആകുന്നത്. ഇതിലൂടെ ഭാവിയിൽ താങ്കൾ ഡബിൾ പവിത്രം ആകുന്നു. ആത്മാവും പവിത്രം, ശരീരവും പവിത്രം. മുഴുവൻ കൽപ്പത്തിലും ചുറ്റി സഞ്ചരിച്ചു നോക്കൂ. ഒരു ധർമാത്മാവും ഡബിൾ പവിത്രം ആയിട്ടില്ല. കുട്ടികളായ നിങ്ങൾ ഡബിൾ പവിത്രവുമാകുന്നു. ഡബിൾ പവിത്രതയുടെ അടയാളമായി ഡബിൾ കിരീടധാരി ആകുന്നു. ഇന്ന് ഹോളി എല്ലാവരും ആഘോഷിക്കുന്നു. എന്നാൽ താങ്കൾ ഈ സമയത്ത് ഡബിൾ ഹോളി ആകുന്നു, അതായത് പവിത്രമാകുന്നു. അതിൻ്റെ സ്മരണാർത്ഥം ഉത്സവത്തിൻ്റെ രൂപത്തിൽ ഹോളി ആഘോഷിക്കുന്നു. താങ്കളുടെ തന്നെ ഓരോ ചുവടിൻ്റെയും ജീവിതത്തിൻ്റെയും മഹത്വം ഉത്സവത്തിൻ്റെ രൂപത്തിൽ ആഘോഷിക്കുന്നു. താങ്കൾ ഈ സംഗമത്തിൽ ഓരോ ദിവസവും ഓരോ ചുവടിലും ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരിക്കുന്നു. അപ്പോൾ താങ്കളുടെ ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും സ്മാരകം ഈ ഉത്സവത്തിൻ്റെ രൂപത്തിൽ ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഉന്മേഷവും ഉത്സാഹവും ഉണ്ടായിരിക്കുന്നത്? കാരണം താങ്കൾ പരമാത്മാവിൻ്റെ സംഘത്തിൻ്റെ നിറത്തിൽ ഹോളി ആഘോഷിക്കുന്നു. അപ്പോൾ താങ്കളുടെ ഓരോ ചുവടും ഉത്സവത്തിൻ്റെ രൂപത്തിൽ ആഘോഷിക്കുന്നു. ഇപ്പോൾ ഹോളിയിൽ ആദ്യം കത്തിക്കുന്നു, പിന്നെ ആഘോഷിക്കുന്നു. താങ്കളും സംഗമത്തിൽ ഇപ്പോൾ തൻ്റെ പഴയ സംസ്കാര സ്വഭാവങ്ങളെ യോഗാഗ്നിയിൽ കത്തിക്കുന്നു. കാരണം തൻ്റെ പഴയ സംസ്കാരത്തെ കത്തിക്കാതെ പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറം പതിയുക സാധ്യമല്ല. പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക സാധ്യമല്ല. അപ്പോൾ താങ്കൾ യോഗാഗ്നിയിൽ സംസ്കാരങ്ങളെ കത്തിച്ചു, പിന്നെ പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൽ നിറം പിടിച്ചു. അപ്പോൾ ഇക്കാലത്ത് കത്തിക്കുകയും ചെയ്യുന്നു, നിറവും പിടിപ്പിക്കുന്നു. എന്നാൽ താങ്കളുടെ ആധ്യാത്മിക രൂപത്തെ സ്ഥൂല രൂപം നൽകിയിരിക്കുകയാണ്. അവർ സ്ഥൂലമായി തീ കത്തിക്കുന്നു, സ്ഥൂലമായ നിറം പിടിപ്പിക്കുന്നു. കാരണം ഇപ്പോൾ ബോഡി കോൺഷ്യസ് വൃത്തിയാണുള്ളത്. താങ്കൾ ഹോളി ആകുന്നു, അവർ ഹോളി ആഘോഷിക്കുന്നു. മുഴുവൻ കൽപ്പത്തിലും ആരും ആധ്യാത്മിക ഹോളി ആഘോഷിച്ച് ഡബിൾ ഹോളി ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏവരും എവിടെ നിന്നെല്ലാം വന്നിരിക്കുകയാണോ പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഹോളിയിലേക്ക് വന്നിരിക്കുകയാണ്. പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. താങ്കൾ ഹോളിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഹോളി എന്നാൽ ഏതൊരു കാര്യം കഴിഞ്ഞുവോ അത് കഴിഞ്ഞു. അപ്പോൾ ഡ്രാമയനുസരിച്ച് എന്താണോ കഴിഞ്ഞു പോയത് അതിനെ ഹോളി, അതായത് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയുന്നു. വ്യർത്ഥമായ ഒരു കാര്യവും ചിത്തത്തിൽ കൊണ്ടുവരുന്നില്ല, കഴിഞ്ഞുപോയി. ഇപ്രകാരം
ഹോളി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ഏവരും ഹോളി, അതായത് പവിത്രം ആകുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്ത് പവിത്രത ധാരണ ചെയ്തിരിക്കുകയാണ്. അതിനാലാണ് ഭാവിയിൽ താങ്കൾക്ക് ഡബിൾ പവിത്രതയുടെ അടയാളമായ ഡബിൾ കിരീടം കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോ കുട്ടിയും എന്ത് കത്തിച്ചിട്ട് പോകും? ജന്മദിനത്തിൽ ബാബ് ദാദ ഏതൊരു ഹോംവർക്ക് നൽകിയിരുന്നോ അത് ബാബ നോക്കി. ക്രോധത്തെ ജന്മദിവസത്തിൻ്റെ ഗിഫ്റ്റായി നൽകൂ എന്ന്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ബാബ് ദാദയുടെ അടുക്കൽ ചില കുട്ടികളുടേത് ഇന്ന് എത്തിച്ചേർന്നു. ബാബ് ദാദ കണ്ടു, ചിലയിടത്തൊക്കെ കുട്ടികൾ അറ്റൻഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തൻ്റെ റിസൾട്ട് എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആരെല്ലാമാണോ ഇന്ന് ഇരിക്കുന്നത്, അവരിൽ ആരാണോ തൻ്റെ റിസൾട്ട് എടുത്തത്, ആരാണോ തൻ്റെ റിസൾട്ടിൽ കൺട്രോൾ ചെയ്തത്, സഫലതയുടെ അനുഭവം നേടിയത്, അവർ കൈ ഉയർത്തു. സഫലത പ്രാപ്തമാക്കിയോ? കൈ നീട്ടി ഉയർത്തു. ടീച്ചേഴ്സ് കൈ ഉയർത്തു. ഫോറിനേഴ്സ് കൈ ഉയർത്തു. എല്ലാവരും ഉയർത്തി. ശരി, ആശംസകൾ. ഇതിലൂടെ നിങ്ങൾ എല്ലാവരും സ്വയം തന്നിൽ ധൈര്യം വച്ചു. ധൈര്യത്തിനുള്ള ഫലം പ്രാപ്തമാകും എന്നത് അനുഭവിച്ചു. അപ്പോൾ അഥവാ ഈ അനുഭവത്തിൽ മുന്നോട്ടും ലക്ഷ്യമായി വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സ്വയം പരിശോധിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് സാധ്യമാണ് എന്ന് കരുതുന്നുണ്ടോ? സാധ്യമാണോ? മുന്നോട്ടും സാധ്യമാണോ? അവർ കൈ ഉയർത്തു. ശരി, സാധ്യമാണോ? ടീച്ചേഴ്സ് സാധ്യമാണോ? പാണ്ഡവർ സാധ്യമാണോ? ശരി, സാധ്യമാണ് എന്നല്ല, നടക്കുക തന്നെ വേണം. ഇതിൻ്റെ കൈയടിക്കൂ. ശരി, ഇപ്പോഴാണെങ്കിൽ അധികം ദിവസങ്ങൾ ആയിട്ടില്ല. എന്നാൽ ഇപ്പോൾ 3 മാസത്തിന് ശേഷം ഇന്നു മുതൽ 3 മാസം അറ്റൻഷൻ വെച്ച് ക്രോധത്തിൻ്റെ ടെൻഷൻ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ? ചെയ്യുവാൻ സാധിക്കുമോ? അവർ കൈ ഉയർത്തു. ശരി, ഇത് വളരെ നല്ല സന്തോഷ വാർത്തയാണ്. എന്തുകൊണ്ട്? ക്രോധത്തിൻ്റെ കാരണം എന്താണ്? ക്രോധത്തിൻ്റെ ബീജം എന്താണ്? താങ്കൾ സദാ തൻ്റെ ഭാവി സ്വരൂപം മുന്നിൽ വയ്ക്കൂ. താങ്കളുടെ ഭാവിയിലെ സ്വരൂപം എത്ര അലങ്കരിക്കപ്പെട്ടതാണ്, ഹർഷിതമുഖമാണ്. ബാബ് ദാദയെ നോക്കൂ. അതിൽ ബ്രഹ്മ ബാബയെ മുന്നിൽ കൊണ്ടുവരൂ. എന്തുകൊണ്ട്? ശിവ് ബാബ നിരാകാരൻ തന്നെയാണ്. എന്നാൽ ബ്രഹ്മ ബാബ താങ്കളെപ്പോലെ സാകാര രൂപധാരി, താങ്കളെപ്പോലെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരിയും ആയിരുന്നു. എന്നിട്ടും സദാ പുഞ്ചിരിക്കുന്ന പ്രസന്നമായ മുഖമായിരുന്നു. കാരണം ഈ വികാരങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കി ശരീരമുണ്ടായിരിക്കവേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് താങ്കളുടെ മുന്നിൽ എക്സാമ്പിൾ ആയിരുന്നു. ബ്രഹ്മബാബയേക്കാൾ കൂടുതലാണോ താങ്കളുടെ ഉത്തരവാദിത്വം? ബ്രഹ്മബാബയുടെ ഉത്തരവാദിത്വത്തിന് മുന്നിൽ താങ്കളുടെ ഉത്തരവാദിത്വം ഒന്നും തന്നെയല്ല. ലാസ്റ്റ് വരെയും കണ്ടു, കർമാതീത വൈബ്രേഷനിൽ അവ്യക്ത ഫരിഷ്തയായി മാറി. അതിനാൽ ഇപ്പോൾ ബാബ് ദാദയ്ക്ക് നൽകിയ സമ്മാനം തിരികെ വാങ്ങുകയില്ലല്ലോ. ബാബ് ദാദ മനസ്സിലാക്കുന്നുണ്ട്. കാര്യവ്യവഹാരങ്ങളിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെയോ ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസ് ഉണ്ടാകുന്നു. പലരും റിസൾട്ടിലും ഇങ്ങനെ എഴുതി, ശബ്ദം ഉച്ചത്തിലായി പോകുന്നു, മൂഡിൽ അല്പം തീവ്രത വന്നു പോകുന്നു. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ തന്നെയാണ് വിജയി ആകുവാനുള്ള ചാൻസ് ഉള്ളത്. കാര്യങ്ങളുടെ ജോലി വരിക എന്നതാണ്.
എന്നാൽ താങ്കളുടെ നോളജ് ഇതാണ്: കാര്യങ്ങൾക്കും അതീതമായി വിജയി ആകണം. ഇഷ്ടമാണോ? ക്രോധത്തിന് വിട നൽകുമോ? സദാകാലത്തേക്കോ അതോ 3 മാസത്തേക്കോ? എത്ര സമയത്തേക്കുള്ള ധൈര്യമുണ്ട്? സദാകാലത്തേക്ക് ക്രോധജീത് ആകുന്നത് പ്രയാസമല്ല, നടക്കുക തന്നെ വേണം എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തൂ. നടക്കുക തന്നെ വേണം. ശരി, ബാബ്ദാദ സന്തുഷ്ടമാണ്. എന്തുകൊണ്ട്? താങ്കളുടെ ലാസ്റ്റ് ജന്മത്തിൽ പോലും താങ്കളുടെ മഹിമയായി എന്താണ് പാടുന്നത്? താങ്കളുടെ ദേവതാരൂപത്തിനു മുന്നിൽ സർവഗുണ സമ്പന്നം സമ്പൂർണ്ണ നിർവികാരി എന്ന് മഹിമ പാടുന്നു. അപ്പോൾ ഇതായി മാറുന്നതിൻ്റെ താങ്കളുടെ പാർട്ട് ഇപ്പോൾ സംഗമയുഗത്തിൻ്റെ തന്നെ മഹിമയാണ്. ബാബ്ദാദയുടെ ഹൃദയത്തിലുള്ള ഒരു വിശേഷ ആശയുണ്ട്. പറയട്ടെ? തലകുലുക്കൂ, പറയട്ടെ. ബാബ്ദാദ ഇപ്പോൾ മുതൽ ഓരോ കുട്ടിയെയും സദാ വിടർന്ന റോസാ പുഷ്പത്തിൻ്റെ രൂപത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഭാഗ്യശാലിയും പ്രസന്നവും. കാര്യങ്ങളുടെ ജോലിയാണ് വരുക എന്നത്. ഇതും മനസ്സിലാക്കൂ. കാര്യങ്ങൾ വരും, എന്നാൽ തൻ്റെ ലക്ഷ്യത്തെ ലക്ഷണത്തിലേക്ക് കൊണ്ടുവരണം. ഭയപ്പെടരുത്. ബ്രഹ്മകുമാരിമാർ പവിത്രതയുടെ വളരെയധികം പാഠം പഠിപ്പിക്കുന്നു എന്ന് ഏതുപോലെ ഇപ്പോൾ പറയുന്നുവോ, അതേപോലെ ബ്രഹ്മകുമാരിമാർ ക്രോധമുക്തമാക്കുന്നു എന്നത് പ്രസിദ്ധമാകണം. കാരണം ക്രോധത്തിൽ നിന്നും മുക്തമാകുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. പിരിമുറുക്കം ഉണ്ടാകുന്നുവല്ലോ. പിരിമുറുക്കം ഉണ്ടാകുന്നു, അതിനാലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് വിധി അറിയില്ല. ഏതുപോലെ പവിത്രമാകുന്നത് അസംഭവ്യമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഏവരുടെയും അനുഭവത്തിൻ്റെ ആധാരത്തിലൂടെ സാധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ വർഷം ഈ അലകൾ വ്യാപിപ്പിക്കൂ. ക്രോധജീത് ആകുന്നത് സാധ്യമാണ്, ഒരു പ്രയാസവുമില്ല എന്നത്. ഇങ്ങനെയുള്ള എക്സാമ്പിളിൻ്റെ അനുഭവം പ്രാക്ടിക്കലിൽ സ്റ്റേജിൽ കൊണ്ടുവരൂ. ബാബ്ദാദ കണ്ടു, ധാരാളം കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ക്രോധജീത് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ താങ്കളുടെ പരിവാരത്തിൽ, ബ്രാഹ്മണ പരിവാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എന്തു ചെയ്യും? ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഹോളിയിൽ എന്താണ് ചെയ്യുന്നത്? ചിലത് കത്തിക്കുന്നുവല്ലോ. അപ്പോൾ ഇന്നത്തെ ഹോളിയിൽ താങ്കൾ എന്ത് കത്തിക്കും? ക്രോധത്തിൻ്റേത് ചെയ്തു കഴിഞ്ഞു. ഇതിനെ ഉറപ്പിക്കും. എന്നാൽ ബാബ്ദാദ ഇത് കണ്ടു. പിരിമുറുക്കത്തിൽ വരുന്നതിൻ്റെ കാരണം ദേഹാഭിമാനത്തിൻ്റെ ഞാൻ എന്ന വാക്കാണ്. ദേഹബോധത്തിൻ്റെ ഞാൻ. ഒന്നാണ് ഞാൻ ആത്മാവാണ് എന്നത്. ഇതും ഞാൻ എന്നതാണ്. എന്നാൽ ദേഹബോധത്തിൻ്റെ ഞാൻ എന്ന വാക്ക് അഭിമാനത്തിൻ്റേതുമുണ്ട്, അപമാനത്തിൻ്റേതുമുണ്ട്. നിരാശയുടെയും ഞാൻ എന്നത് താഴെ വീഴ്ത്തുന്നു. അപ്പോൾ ഇന്ന് ക്രോധജീത് എന്നതിൽ നിന്ന് മുന്നേറുന്നതിന് വേണ്ടി ബോഡി കോൺഷ്യസിൻ്റെ ഞാൻ എന്നതിനെ യോഗാഗ്നിയിൽ കത്തിക്കൂ. അനേകം ഞാൻ എന്നതിനെ കത്തിക്കൂ. ഞാൻ ആത്മാവാണ് എന്ന ഒരേ ഒരു ഞാൻ എന്ന വാക്കിനെ ഉറപ്പിക്കൂ. ബാക്കിയുള്ള ഞാൻ എന്നത് ഇന്ന് യോഗാഗ്നിയിൽ കത്തിച്ച ശേഷം പോകൂ. അനേകം ഞാൻ എന്നത് ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് കത്തിക്കുന്നതിൻ്റെ ഹോളി ആഘോഷിക്കും. എന്തെന്നാൽ ക്രോധം കാരണം പിരിമുറുക്കം വളരെയധികം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഞാൻ എന്നതിനെ സമാപ്തമാക്കുന്നതിനായി ഇന്ന് തൻ്റെ ഉള്ളിൽ സങ്കല്പം എടുക്കൂ. കത്തിക്കണം. കാരണം ഇതും ഭാരമാണല്ലോ.
അപ്പോൾ ട്രെയിനിൽ പോയാലും പ്ലെയിനിൽ പോയാലും ഈ ഭാരം ഇവിടെ കത്തിച്ച ശേഷം പോകൂ. കത്തിക്കാൻ സാധിക്കുമോ? ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കുന്നു എന്നാരാണോ മനസ്സിലാക്കുന്നത് കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ വിജയവും കൂടെയുണ്ട്. എനിക്ക് വിജയിയാവുക തന്നെ വേണം എന്ന് ആരാണോ ചിന്തിക്കുന്നത് അവർ കൈ ഉയർത്തൂ. ആവുക തന്നെ വേണം. ശരി. അപ്പോൾ ഇന്ന് VIP വന്നിരിക്കുകയാണ്. അവർ കൈ ഉയർത്തുകയാണ്. ഏതെല്ലാം VIPകൾ വന്നിരിക്കുകയാണോ എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് നിൽക്കൂ. കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈ അടിക്കൂ. വിജയി ആകുമോ നോക്കൂ. ആരെല്ലാം വിജയിയാകുമോ അവരെ ഓരോരുത്തരെയും മാല അണിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശംസകൾ, ആശംസകൾ. ശരി. ഇപ്പോൾ ഏതെല്ലാം VIPs വന്നിരിക്കുകയാണോ എല്ലാവരും ധൈര്യശാലികളാണ്. അതിനാൽ ബാബ്ദാദ വരദാനം നൽകുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരു ജന്മത്തേക്ക് ഏതെങ്കിലും കാര്യത്തിൽ VIP ആയിരിക്കുകയാണ്. എന്നാൽ ബാബ്ദാദ ധൈര്യശാലികളായ കുട്ടികളായ നിങ്ങളെ VIP എന്നല്ല പറയുക, കുട്ടികൾ എന്നാണ് പറയുക. ബാബ്ദാദ ഈ വരദാനം നൽകുന്നു, ഗ്യാരണ്ടി നൽകുന്നു. നിങ്ങൾ എല്ലാവരും 21 ജന്മത്തേക്ക് VIP ആകും. ഈ ഇലക്ഷനോ സിലക്ഷനോ നടക്കുകയില്ല. എല്ലാവരും കേവലം ഒരു കാര്യം ഉപേക്ഷിക്കരുത്. ഏതുപോലെ ഇപ്പോൾ സംബന്ധ സമ്പർക്കത്തിൽ വന്നിരിക്കുകയാണോ അതേപോലെ ഈ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ കണക്ഷൻ ഉപേക്ഷിക്കരുത്. എത്രത്തോളം കണക്ഷൻ വയ്ക്കുമോ അത്രയും റിലേഷൻ ഉറച്ചതാകും. ബാബയുടെ വരദാനം പ്രാപ്തമാക്കുക തന്നെ ചെയ്യും. അപ്പോൾ സമ്മതമാണോ? കണക്ഷൻ വയ്ക്കുന്നത് സമ്മതമാണോ? കൈ ഉയർത്തൂ. ശരി. ബാബ്ദാദ പുഷ്പങ്ങളുടെ മാലയെടുത്ത് മുന്നോട്ട് നീട്ടി. ഈ മാല നിങ്ങൾ ഏവരും അണിയണം. പുതിയ കുട്ടികൾ അഥവാ റിയൽ ഗോൾഡായ കുട്ടികളായ നിങ്ങൾ ഏവരും സദാ ബാബയുടെ ആജ്ഞാകാരിയാണല്ലോ. അപ്പോൾ ഇന്ന് ഈ ഞാൻ എന്നതിനെ കത്തിച്ചിട്ട് തന്നെ പോകണം. ആരാണോ ആദ്യമായി വന്നിരിക്കുന്നത് അവർ എഴുന്നേൽക്കൂ. ശരി. ബാബ്ദാദ ആദ്യത്തെ തവണ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ആദ്യത്തെ തവണ വന്നതിൻ്റെ കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. എന്നാൽ എങ്ങനെയാണോ ഇപ്പോൾ ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആദ്യ നമ്പറിൽ ഫസ്റ്റ് ഡിവിഷനിൽ വരണം. ആദ്യത്തെ നമ്പർ ഫിക്സ് ആണ്. എന്നാൽ ഫസ്റ്റ് ഡിവിഷനിൽ വരും എന്നതിൻ്റെ ധൈര്യമുണ്ടോ? ആരിൽ ധൈര്യമുണ്ടോ അവർ കൈ ഉയർത്തൂ. ചിന്തിച്ച് ഉയർത്തൂ. ശരി. അപ്പോൾ ലക്ഷ്യം വയ്ക്കൂ. നമ്മൾ ലാസ്റ്റിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഫാസ്റ്റായി പോകും. കാരണം സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ എന്ത് ചെയ്യണമോ അത് തീവ്ര പുരുഷാർത്ഥിയായി ചെയ്യൂ. കാരണം വളരെയധികം സമയത്തെ പുരുഷാർത്ഥം നിങ്ങൾക്കേവർക്കും ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? കൈ ഉയർത്തൂ. നോക്കൂ, താങ്കളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ ഇങ്ങനെയുള്ള ധൈര്യശാലികൾക്ക് ആശംസകൾ നൽകുകയാണ്. ധൈര്യം താങ്കളുടേത്, സഹായം ബാബയുടേത്. എന്നാൽ ധൈര്യം കൈവിടരുത്. തൻ്റെ ഭാഗ്യത്തിൻ്റെ നക്ഷത്രം സദാ തിളങ്ങുന്നതാക്കി വയ്ക്കണം. കാരണം ഈ ജന്മത്തെ തീവ്ര പുരുഷാർത്ഥമല്ല തീവ്ര പുരുഷാർത്ഥം അനേകം ജന്മങ്ങളിലേക്കുള്ള ഭാഗ്യം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിനാൽ ധൈര്യം ഒരിക്കലും കൈവിടരുത്.
കാര്യങ്ങൾ വരും. എന്നാൽ കാര്യം മഹാവീരനല്ല. താങ്കൾ സർവശക്തിവാന്റെ കുട്ടികളാണ്. താങ്കളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ എന്താണ്? കാര്യങ്ങൾ വരുന്നു, പോവുകയും ചെയ്യുന്നു. ഏതൊന്നാണോ പോകാനിരിക്കുന്നത് അതിൻ്റെ പിന്നാലെ തൻ്റെ ഭാഗ്യത്തെ പാഴാക്കരുത്. ശരി, ഇരിക്കൂ. അപ്പോൾ എല്ലാവർക്കും ബാബ്ദാദ സ്നേഹത്തിൻ്റെ ആശംസകൾ നൽകുന്നു. ഏതു കാര്യത്തിൻ്റെ? ധൈര്യം വച്ചു. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും ധൈര്യത്തിൻ്റെ സങ്കല്പത്തിന്മേൽ സന്തുഷ്ടമാണ്. അപ്പോൾ ഹോളി ആഘോഷിച്ചുവോ? കത്തിക്കുന്നതിൻ്റെ ഹോളി ആഘോഷിച്ചു. പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൻ്റെ ഹോളിയും ആഘോഷിച്ചു. കത്തിക്കുകയും ചെയ്തു, ആഘോഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളെയും ഒരു ഡ്രിൽ ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം 4 ഭാഗത്തുമുള്ള പരിതസ്ഥിതികൾ, ചിലയിടത്ത് ഒരു പരിതസ്ഥിതിയാണ്, ചിലയിടത്ത് മറ്റൊരു പരിതസ്ഥിതിയാണ്. ഇങ്ങനെ 4 ഭാഗത്തുമുള്ള പരിതസ്ഥിതികൾക്കിടയിൽ താങ്കൾക്ക് 1 സെക്കൻഡിൽ ഏകാഗ്രമാകുവാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള പ്രാക്ടീസ് സ്വയം അനുഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കൂ, ഏത് സമയത്താണോ താങ്കൾക്ക് കാരണത്താലോ അകാരണത്താലോ ഏതെങ്കിലും കാര്യത്തെ പ്രതി വ്യർത്ഥ സങ്കല്പത്തിൻ്റെ കൊടുങ്കാറ്റ് വന്നത്, അങ്ങനെയുള്ള സമയത്ത് താങ്കൾക്ക് തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുവാൻ സാധിക്കുമോ? ഈ ഏകാഗ്രതയുടെ ശക്തിയുടെ ഡ്രിൽ വേണ്ട സമയത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അഥവാ ഇങ്ങനെയുള്ള സമയത്ത് 1 സെക്കൻഡിൽ ഏകാഗ്രതയുടെ ശക്തി കാര്യത്തിൽ വരുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകവേ ഇങ്ങനെയുള്ള പരിതസ്ഥിതികൾ വീണ്ടും വീണ്ടും വരും. അപ്പോൾ ഇന്ന് ബാബ്ദാദ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ്, അതായത് ഏകാഗ്രതയുടെ സ്ഥിതിയുടെ അഭ്യാസത്തിന്മേൽ അറ്റൻഷൻ വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. കാരണം പ്രകൃതി അതിൻ്റെ ഭിന്ന ഭിന്ന നിറങ്ങൾ കാണിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. 4 ഭാഗത്തും എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളേവരും കൂടുതൽ അറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മനസ്സിനെയും ബുദ്ധിയെയും അലയിക്കുന്ന കാര്യങ്ങൾ വരിക തന്നെ ചെയ്യും. അതിനാൽ ഇപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യൂ. മനസ്സിനെയും ബുദ്ധിയെയും താങ്കൾക്ക് 1 സെക്കൻഡിൽ പരംധാമത്തിൽ സ്ഥിതി ചെയ്യിക്കുവാൻ സാധിക്കുമോ? ഇപ്പോൾ സ്വയം തന്നെ ഫരിസ്ത രൂപത്തിൽ സ്ഥിതി ചെയ്യിക്കൂ. ഇപ്പോൾ സ്വയം തന്നെ ഞാൻ ബ്രാഹ്മണൻ, മാസ്റ്റർ സർവശക്തിവാന്റെ സ്ഥിതിയിലാണ്. ഈ മാസ്റ്റർ സർവശക്തിവാന്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ഇങ്ങനെയുള്ള പ്രാക്ടീസ് മുഴുവൻ ദിവസത്തിലും എപ്പോഴെല്ലാം സമയം ലഭിക്കുമോ വീണ്ടും വീണ്ടും മനസ്സിനെ ഏകാഗ്രമാക്കി നോക്കൂ. എന്ത് ആഗ്രഹിക്കുന്നുവോ, എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ മനസ്സ് ഏകാഗ്രമാകണം. പുരുഷാർത്ഥത്തിന് 1 മിനിറ്റ് എടുത്തേക്കാം, 1 സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ്. കാരണം ഇങ്ങനെയുള്ള ചഞ്ചലതകളുടെ സമയം ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ മൈൻഡ് കൺട്രോൾ. മനസ്സ് എൻ്റേതാണ്, ഞാൻ മനസ്സല്ല, എൻ്റെ മനസ്സാണ്. അപ്പോൾ എൻ്റേതിൻ്റെ മേൽ എൻ്റെ കൺട്രോൾ ഉണ്ടോ? ഈ ഡ്രിൽ വളരെ ആവശ്യമാണ്. ആരെല്ലാം വന്നിരിക്കുന്നുവോ ബാബ്ദാദയ്ക്ക് ഓരോരോ കുട്ടിയും പ്രിയപ്പെട്ടതാണ്. എന്തുകൊണ്ട്? എങ്ങനെയുള്ളതായിരുന്നാലും ബാബ്ദാദ ഓരോ കുട്ടിയെയും കോടിയിൽ ചില്ലരായ ആത്മാവായാണ് കാണുന്നത്. പുരുഷാർത്ഥത്തിൽ ദുർബലമാണെങ്കിൽ പോലും ബാബയ്ക്ക് പ്രിയപ്പെട്ടവർ ആയിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയുന്നു. അതിനാൽ ബാബയ്ക്കും അതേ പ്രിയപ്പെട്ടതാണ്. ബാബ്ദാദ കേവലം ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.
തൻ്റെ മുഖം സദാ പ്രസന്നമായി സന്തോഷത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കട്ടെ. പ്രശ്നങ്ങൾ കടന്നു പോകട്ടെ, എന്നാൽ സന്തോഷം പോകരുത്. സംഗമയുഗത്തിൻ്റെ സന്തോഷം പരമാത്മാവിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ ഹോളി എന്നാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഓർമ്മിക്കണം, ഹോളി ആഘോഷിച്ചിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. സന്തോഷം പോകരുത്. പരമാത്മാവിൻ്റെ സമ്മാനവും ഖജനാവും സന്തോഷമാണ്. ബാപ്ദാദ സദാ പറയുന്നു, ഈ സ്ലോഗൻ സദാ ഓർമ്മയുണ്ടായിരിക്കണം. സന്തോഷമായിരിക്കണം, സന്തോഷം പങ്കുവയ്ക്കണം. എത്രത്തോളം പങ്കുവയ്ക്കുമോ അത്രയും വർദ്ധിക്കും. പ്രസന്നമായ മുഖം നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായി സേവനം ചെയ്തുകൊണ്ടിരിക്കും. ആര് കണ്ടാലും അവർ ചിന്തിക്കും എന്താണ് ലഭിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇന്ന് ഹോളിയുടെ ദിൽ ഖുഷ് മിഠായിയാണ് സന്തോഷം. എല്ലാവരും കഴിച്ചുവോ? സദാ കഴിച്ചുകൊണ്ടേയിരിക്കണം. ഇതിൽ ഏതെങ്കിലും രോഗം ഉണ്ടാവുകയില്ല. ശരി. ബാപ്ദാദ വീണ്ടും സൂചന നൽകുകയാണ്. സ്വപുരുഷാർത്ഥം. സ്വപുരുഷാർത്ഥത്തിലൂടെ സ്വയം തൻ്റെ ഉന്നതിയും സേവനത്തിൻ്റെ ഉന്നതിയും രണ്ട് ഭാഗത്തും അറ്റൻഷൻ നൽകിക്കൊണ്ടിരിക്കൂ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. സദാ പറന്നുകൊണ്ടിരിക്കൂ, പറപ്പിച്ചുകൊണ്ടിരിക്കൂ. ശരി. നാല് ഭാഗത്തുമുള്ള ബാപ്ദാദയുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്നവർക്ക് ഓർമ്മയിലും സേവനത്തിലും മുന്നോട്ട് പോവുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നവർക്ക് അമൃതവേളയെ ഏറ്റവും നല്ലതും പവർഫുള്ളും ആക്കുകയും മനസ്സാ സേവനത്തിലൂടെ ദയാലുവും കൃപാലുവുമായി ദയാഹൃദയരുമായി ആത്മാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അഞ്ജലി നൽകുന്നവർക്ക് തൻ്റെ ഈ വിധിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കൂ. ബാപ്ദാദ കാണുന്നുണ്ട്, ഓരോരോ കുട്ടിയും ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ എന്ത് അഡീഷനാണ് ചെയ്യേണ്ടത്? സദാ എന്ന വാക്കിൻ്റെ അഡീഷൻ ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് എന്ന വാക്ക് ഡിക്ഷണറിയിൽ നിന്നും മാറ്റൂ. നാല് ഭാഗത്തുമുള്ള കുട്ടികൾ ഹോളിയും ആഘോഷിച്ചു, കത്തിക്കുകയും ചെയ്തു. പരമാത്മാവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിറവും പതിപ്പിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു എന്നതിൻ്റെ ഹോളിയും ആഘോഷിച്ചു. അതിനാൽ ബാപ്ദാദ നാല് ഭാഗത്തുമുള്ള കുട്ടികളെ മുന്നിൽ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാപ്ദാദയുടെ കോടി കോടി മടങ്ങ് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: സദാ ആജ്ഞയുടെ തിലകം ധാരണ ചെയ്ത് ഫസ്റ്റ് പ്രൈസ് നേടുന്ന ആജ്ഞാനുവർത്തിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളുടെ മസ്തകത്തിൽ ആജ്ഞാനുവർത്തിത്വത്തിൻ്റെ സ്മൃതിയുടെ തിലകം ധരിക്കപ്പെട്ടിരിക്കുന്നുവോ, ആജ്ഞയില്ലാതെ ഒരു സങ്കല്പം പോലും നടത്താത്തവർ ആരാണോ അവർക്ക് ഫസ്റ്റ് പ്രൈസ് പ്രാപ്തമാകുന്നു. ഏതുപോലെ സീതയ്ക്ക് രേഖയ്ക്കുള്ളിൽ ഇരിക്കുവാനുള്ള ആജ്ഞ ഉണ്ടായിരുന്നു, അതേപോലെ ഓരോ ചുവട് വെച്ചുകൊണ്ടും ഓരോ സങ്കല്പം നടത്തുമ്പോഴും ബാബയുടെ ആജ്ഞയുടെ രേഖയ്ക്കുള്ളിൽ ഇരിക്കൂ. എങ്കിൽ സദാ സേഫ് ആയിരിക്കും. ഒരു പ്രകാരത്തിലുമുള്ള രാവണന്റെ സംസ്കാരം യുദ്ധം ചെയ്യുകയില്ല, സമയവും വ്യർത്ഥമായി പോവുകയില്ല. സ്ലോഗൻ: ആരോടെങ്കിലും മോഹമുണ്ടെങ്കിൽ ആ മോഹം പുരുഷാർത്ഥത്തിൽ അലക്ഷ്യം തീർച്ചയായും ഉണ്ടാക്കും. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. സദാ ഒന്നിൻ്റെ ഓർമ്മയിലിരുന്ന് ഏകരസ അവസ്ഥയുണ്ടാക്കൂ. അപ്പോൾ 111 വരും. പുറത്ത് കഴിയുമ്പോഴും ഈ പാഠം ഉറപ്പിക്കൂ. സീ ഫാദർ, ഫോളോ ഫാദർ. അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും പരിതസ്ഥിതിയിൽ ഉലയുകയില്ല. ബ്രഹ്മബാബയുടെ മുന്നിൽ എത്രമാത്രം കാര്യങ്ങൾ വന്നിട്ടും
കാര്യങ്ങളെ നോക്കാതെ ഒരു ബാബയെ തന്നെ നോക്കി. അതിനാൽ നമ്പർ 1 ആയി. അപ്പോൾ ഫോളോ ഫാദർ. ഓം ശാന്തി.